രാജ്യം കണ്ട രണ്ടാമത്തെ വലിയ വിമാന ദുരന്തമാണ് അഹമ്മദാബാദിലേത്. പറന്നുയർന്ന് മിനിറ്റുകൾക്കുള്ളിലാണ് എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് തീഗോളമായത്. പ്രശാന്ത് രഘുവംശം ദില്ലിയിൽ നിന്ന് ചേരുന്നു. പ്രശാന്ത്, അപകടത്തെക്കുറിച്ച് ഇപ്പോൾ അറിയാൻ കഴിയുന്ന സ്ഥിരീകരിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? വിനു, രാജ്യം ഞെട്ടലോടെയാണ് ഉച്ചയ്ക്ക് കേട്ടത്. ഒരു വലിയ വിമാന അപകടമാണ് ഇപ്പോൾ അഹമ്മദാബാദിൽ നടന്നിരിക്കുന്നതെന്ന് പറയാം. ഈ അഹമ്മദാബാദിൽ നടന്ന വിമാന അപകടം രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്നായി മാറുകയാണ്. 2010 നമുക്കറിയാം മംഗലാപുരം വിമാനാപകടം നടന്നിരുന്നു. അന്ന് 158 പേരാണ് മരിച്ചത്. ഇപ്പോൾ ഏതാണ്ട് 242 പേരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇന്ന് 1:38 എയർ ഇന്ത്യയുടെ ഈ വിമാനം പറന്നു പൊങ്ങിയത്. ഈ വിമാനം അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലെ ഗാറ്റ്വിക്ക് വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്നു. എയർ ഇന്ത്യ 171 എന്ന വിമാനമായിരുന്നു. അത് ഡൽഹിയിൽ നിന്നായിരുന്നു അഹമ്മദാബാദിലേക്ക് എത്തിയത്. അതിനുശേഷമാണ് ഇവിടെ നിന്ന് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് ഇത് ടേക്ക് ഓഫ് ചെയ്യാനുള്ള ശ്രമം നടത്തിയത്. എന്തായാലും ഈ വിമാനം ഉയർന്ന് പൊങ്ങുന്ന സമയത്ത് വലിയ ഒരു സാങ്കേതിക പ്രശ്നം എന്തോ ഉണ്ടായി എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 1:38 ഈ വിമാനം ഉയർന്നു പൊങ്ങി. ആ സമയത്ത് ഒരു സൂചന, ഒരു മെയ്ഡേ കോള് ഈ പൈലറ്റുമാർ ATCക്ക് നൽകുകയുണ്ടായി. ATCക്ക് പ്രധാനമായും അയച്ച സന്ദേശത്തിൽ വലിയൊരു അടിയന്തര സാഹചര്യമാണ് എന്നതാണ് ഈ ഒരു പൈലറ്റുമാർ അറിയിച്ചത്. അതിനുശേഷം പിന്നീട് ATC ഈ വിമാനവുമായി ബന്ധപ്പെടാനുള്ള നീക്കങ്ങൾ നടത്തി. പക്ഷേ വിമാനവുമായി ബന്ധപ്പെടാൻ ATCക്ക് കഴിഞ്ഞില്ല. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഈ വിമാനം താഴേക്ക് പതിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് അഹമ്മദാബാദിന് അടുത്തുള്ള ഒരു ഹോസ്റ്റലിലാണ് ഈ വിമാനം പതിച്ചത്. ഗുജറാത്ത് മെഡിക്കൽ കോളേജിൻ്റെ BJMC എന്നുള്ള മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിലേക്കാണ് ഇപ്പോൾ ഈ വിമാനം പതിച്ചിരിക്കുന്നത്. ആ ഹോസ്റ്റലിലുള്ള ആൾക്കാർ ഭക്ഷണം കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴായിരുന്നു വിമാനം വന്ന് വലിയ ശബ്ദത്തോടു കൂടി വീണത്. ഈ വിമാനം വീഴുന്ന സമയത്ത് അതിൻ്റെ ലാൻഡിംഗ് ഗിയർ താഴെ തന്നെ ഉള്ളതാണ് കാണാൻ കഴിയുന്നത്. അത് മുകളിലേക്ക് പോയിട്ടില്ല. മാത്രമല്ല വീണതിന് ശേഷമാണ് അത് പെട്ടെന്ന് തീ പിടിച്ചത് എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കാരണം തീ പിടിച്ചല്ല താഴേക്ക് വിമാനം വീഴുന്നത്, മറിച്ച് ഈ വിമാനം ഈ ഘട്ടത്തിന് മുകളിലേക്ക് വീണതിന് ശേഷം തീ ആളിപ്പടരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങി. അവിടേക്ക് സേന എത്തി, ഒപ്പം CISFൻ്റെ ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു, CRPFൻ്റെ ഉദ്യോഗസ്ഥരെല്ലാം എത്തിയിരുന്നു. ഒപ്പം ഈ സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ ഉദ്യോഗസ്ഥർ, NDRF ഒക്കെ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിരുന്നു. പിന്നീട് ലഭിച്ച വിവരം ആദ്യം കുറേ ആൾക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നതായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ ആദ്യം വരികയും ചെയ്തു. ഒരു 3-4 ആൾക്കാരെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആദ്യം വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതൊക്കെ തന്നെ ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ ആയിരുന്നു എന്നതാണ്. അതിൽ പരിക്ക് പറ്റിയ ആൾക്കാരെയാണ് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പക്ഷേ ഈ ഒരു ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ആൾക്കാരിൽ ചിലരെങ്കിലും ഈ ഒരു അപകടത്തിൽ മരിച്ചു എന്നതാണ് ലഭിക്കുന്ന വിവരം. ഈ വിമാന അപകടത്തിൽ ഇപ്പോൾ 230 പേരാണ് ആകെ ഉണ്ടായിരുന്നത്. 230 യാത്രക്കാരാണ് ആകെ ഉണ്ടായിരുന്നത്. 12 ക്രൂവും ഉണ്ടായിരുന്നു. 2 പൈലറ്റ്മാരും 10 ക്യാബിൻ ക്രൂവും ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് എയർ ഇന്ത്യ നൽകുന്ന വിവരം. മാത്രമല്ല വളരെ പരിചയസമ്പന്നരായിട്ടുള്ള 2 വൈമാനികരായിരുന്നു ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്നും എയർ ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ക്യാപ്റ്റൻ സുമീത് സബർവാൾ എന്ന 8200 മണിക്കൂർ ഈ വിമാനം പറപ്പിച്ചുള്ള പരിചയമുള്ള വ്യക്തിയായിരുന്നു. ഇതോടൊപ്പം തന്നെ ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുണ്ടർ, അദ്ദേഹത്തിനും 1100 മണിക്കൂർ വിമാനം പറപ്പിച്ചുള്ള പരിചയം ഉള്ള വ്യക്തിയാണ്. അപ്പോൾ ഈ 2 പരിചയസമ്പന്നരായിട്ടുള്ള വ്യക്തികളായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഡ്രീം ലൈനർ വിമാനമാണ്, ബോയിങ്ങിൻ്റെ 787 വിമാനമാണ്. ഈ വിമാനം 2014 ഇന്ത്യക്ക് ബോയിങ് നൽകിയത്. അപ്പോൾ വലിയ പഴക്കം ഇല്ലാത്ത വിമാനമാണ് എന്ന് പറയാം. പക്ഷേ ഈ വിമാനങ്ങൾ, ഈ ബോയിങ് 787 വിമാനങ്ങൾ ലോകത്ത് ഒരിടത്തും അങ്ങനെ അപകടത്തിൽപ്പെട്ടിട്ടില്ല. ഇന്ത്യയിൽ ആദ്യമായി ഇത് അപകടത്തിൽപ്പെടുന്നു എന്ന റിപ്പോർട്ടുകളുമൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇതിനു ശേഷം കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യം വ്യോമയാന മന്ത്രി തന്നെ അങ്ങോട്ട് പോകാനുള്ള തീരുമാനം എടുത്തിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ചുള്ള ആലോചനകൾ നടത്തുകയും പ്രധാനമന്ത്രി, വ്യോമയാന മന്ത്രി അമിത്ഷാ തുടങ്ങിയ ആൾക്കാരുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തിരിക്കാനുള്ള നിർദ്ദേശം 2 പേർക്കും നരേന്ദ്രമോദി നൽകി. എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നത്. അവിടെ എത്തി ആദ്യം ഈ തീ അണയ്ക്കാനുള്ള നീക്കമായിരുന്നു അഗ്നിശമന സേനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇപ്പോൾ വിമാനത്തിലുണ്ടായിരുന്ന ആരും രക്ഷപ്പെട്ടിരിക്കാൻ സാധ്യതയില്ല
എന്ന് തന്നെയാണ് ഇപ്പോൾ ഗുജറാത്തിലെ അഹമ്മദാബാദിലെ പോലീസ് കമ്മീഷണർ നൽകുന്ന സൂചന. അദ്ദേഹം പറയുന്നത് വിമാനത്തിലുണ്ടായിരുന്ന ആരും രക്ഷപ്പെട്ടിരിക്കാൻ സാധ്യത ഇല്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ വിദേശ വാർത്താ ഏജൻസി അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് 242 പേർ, ഈ വിമാനത്തിലുണ്ടായിരുന്ന 242 പേർ അവർ ഈ വിമാന അപകടത്തിൽ മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ എന്തായാലും പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് പറയാം. ഈ മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നവരുടെ കണക്കുകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. മെഡിക്കൽ കോളേജുകളിൽ ആകെ ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ആൾക്കാരിൽ ഒരു 50 പേരെങ്കിലും ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. വിദ്യാർത്ഥികളെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. MBBS വിദ്യാർത്ഥികളിൽ 50-60 പേരുണ്ടായിരുന്നു. ഇവരുടെ നില സാധാരണ നിലയിലാണ്. അവർക്ക് കാര്യമായ കുഴപ്പങ്ങളില്ല എന്നതാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘടനയും മറ്റും അറിയിക്കുന്നത്. അതോടൊപ്പം 4-5 വിദ്യാർത്ഥികൾ ഇപ്പോൾ ICUവിലുണ്ട് എന്നത് ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 3-4 ബന്ധുക്കൾ, ഈ ഡോക്ടർമാരുടെയൊക്കെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിയിരുന്നു. അവർക്കും ഇപ്പോൾ അപകടം സംഭവിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഡോക്ടർമാരുടെ സംഘടന നൽകുന്ന വിവരം. പ്രധാനമായും 3-4 ബന്ധുക്കളെ കാണാനില്ല. 4-5 MBBS വിദ്യാർത്ഥികളെയും കാണാനില്ല. 2-3 ആൾക്കാർ ഇപ്പോൾ ICUവിൽ ചികിത്സയിലുണ്ട് എന്നതാണ് ഡോക്ടർമാരുടെ സംഘടന അറിയിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 242 പേർ വിമാനത്തിലുണ്ടായിരുന്നു. ഒപ്പം ഒരു 10 പേരെങ്കിലും കാണാനില്ല. അവരെക്കുറിച്ചുള്ള വിവരങ്ങളില്ല എന്നതാണ് പുറത്തു വരുന്ന വിവരം. ഒപ്പം ഒരു 4-5 പേർ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ ഇപ്പോൾ ഉണ്ട് എന്നതും ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘടന ഇപ്പോൾ അറിയിക്കുകയാണ്. അതുകൊണ്ട് മരണസംഖ്യ എത്ര എന്നത് ഔദ്യോഗികമായി ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഈ വിമാനത്തിലുണ്ടായിരുന്ന 242 പേർ, മലയാളി അടക്കമുള്ള 242 പേർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ അവിടുത്തെ പോലീസ് കമ്മീഷണർ അറിയിക്കുന്നത്. പ്രധാനമായും ഈ വിമാനം ഉയർന്നു പൊങ്ങിയതിന് ശേഷം എന്തോ സാങ്കേതിക തകരാറ് പെട്ടെന്നുണ്ടായി എന്ന സൂചനയാണ് പലരും നൽകുന്നത്. പ്രത്യേകിച്ച് വിമാനം വലിയ വേഗതയിലാണ് ഉയർന്നു പോകാൻ എത്തുന്നത്. ഒരു V1 എന്ന സ്പീഡിലേക്ക് ഈ വിമാനം എത്തിച്ചേരും. അതിനുശേഷം പിന്നീട് ടേക്ക് ഓഫിന് മുമ്പ് എന്തോ കാര്യമായ തകരാറ് ഈ പൈലറ്റുമാരുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴേക്കും ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത് ഒഴിവാക്കാൻ കഴിയാത്ത വേഗതയിലേക്ക് ഈ വിമാനം എത്തിയിട്ടുണ്ട്. അങ്ങനെ ആകാം എന്നതാണ് പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. അതിനുശേഷം പെട്ടെന്ന് അടിയന്തര സന്ദേശം അയച്ചു. ഈ അടിയന്തര സന്ദേശത്തിന് ഒരു മറുപടി ആയിട്ട് എന്താണ് സംഭവിച്ചത്, എന്താണ് കാര്യം എന്ന് തിരിച്ച് ATC ചോദിച്ചെങ്കിലും പൈലറ്റുമാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു തിരിച്ചുള്ള പ്രതികരണം ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ വിമാനം തകർന്നു വീഴുന്ന ഒരു ചിത്രമാണ് പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് എന്തോ വലിയ ഒരു തകരാറ് ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. എന്താണ് കാരണം എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണവും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. എയർപോർട്ട് ആക്സിഡൻറ്റ്സ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആണ് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഉദ്യോഗസ്ഥർ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. യന്ത്ര തകരാറായിരുന്നതോ കാരണം എന്ന് സംശയിക്കുന്നുണ്ട്.